വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ആഗോള ഭീകരനെന്ന് മുദ്രകുത്തപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു കത്ത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആ കത്തിൽ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ? ഇന്ത്യയുടെ ആക്രമണത്തിൽ തൻ്റെ സ്വന്തം കുടുംബത്തിലെയും സംഘടനയിലെയും 14 പ്രധാനികളാണ് തവിട് പൊടി ആയതെന്ന്. ഭയത്തിൻ്റെ ആ നിഴൽ ഇപ്പോഴും തങ്ങളെ പിന്തുടരുന്നുണ്ട് എന്ന്. ആരാണ് ഈ മസൂദ് അസർ? എന്താണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവിടെ സംഭവിച്ചത്? ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഉണ്ടായ വമ്പൻ മാറ്റം ലോകരാജ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് തകർത്ത് കളഞ്ഞത്? പാകിസ്ഥാനെ ബങ്കർ മുനീർ എന്ന് വിളിക്കുന്ന ജനറൽ അസീം മുനീർ പോലും ഭയന്ന് വിറയ്ക്കുന്ന പുതിയ ഇന്ത്യൻ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, പണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വീരവാദം മുഴക്കിയിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, ജെയ്ഷെ മുഹമ്മദ്. അതിൻ്റെ തലവനാണ് മസൂദ് അസർ. പണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും ഇവനെ ഒരു ഭീകരജീവിയായി വലിയൊരു സംഭവമായിട്ടൊക്കെ ചിത്രീകരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ 2025 മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടെ ഇവൻ വെറും ഒരു ഡമ്മി പീസായി മാറി എന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മസൂദ് അസർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും ഡിപ്രഷനിലൂടെയുമാണ് താൻ കടന്നു പോകുന്നത് എന്നാണ് അവൻ പറയുന്നത്. എന്താ കാരണം? ബഹാവൽപൂരിലെ ഭീകരവാദ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായ മർക്കസ് ജാമിയ മസ്ജിദ് സുബാനല്ല എന്ന താവളത്തിന് നേരെ ഇന്ത്യ തൊടുത്തുവിട്ട ബ്രഹ്മോസ് മിസൈലുകൾ അവന്മാരുടെ ചോരയും നീരും എല്ലാം ഊറ്റിക്കളഞ്ഞു. മസൂദ് അസർ തൻ്റെ കത്തിൽ കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. തൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ്, സ്വന്തം അനന്തരവൻ്റെ ഭാര്യ, അവരുടെ 5 കുഞ്ഞുങ്ങൾ, കൂടാതെ തൻ്റെ വലങ്കയും ഇടങ്കയുമായിരുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ കോർ കമാൻഡർ അസർ ഉൾപ്പെടെ 14 പേരെയാണ് ഇന്ത്യ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത്. മതം പഠിപ്പിക്കാനെന്ന വ്യാജേന തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന ആ താവളത്തിൻ്റെ മുകളിലേക്കാണ് ഇന്ത്യൻ മിസൈലുകൾ കൃത്യമായ പൊസിഷനോടെ വന്നിറങ്ങിയത്. ഏകദേശം 900ഓളം ഭീകരവാദികൾക്ക് നേരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഔദ്യോഗിക മാധ്യമങ്ങൾ ഒരുപക്ഷെ ചെറിയ കണക്കുകളൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഓർക്കുക, ഇന്ത്യ ഒരിടത്തേക്ക് ബ്രഹ്മോസ് തിരിച്ചു വെച്ചാൽ അവിടെ ബാക്കിയൊന്നും കാണില്ല എന്ന് ശത്രുക്കൾക്ക് പോലും ഇപ്പം നന്നായിട്ട് അറിയാം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും പണ്ടത്തെ ബാലാക്കോട്ട് വ്യോമാക്രമണമൊക്കെ ഓർമ്മ വരുന്നുണ്ടാകാം. അന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിൽ കയറി ബോംബിട്ടപ്പോൾ ഇവിടെയുള്ള ചില പ്രത്യേക വിഭാഗക്കാരും ബുദ്ധിജീവികളും വലിയ ആശ്വാസത്തിലായിരുന്നു. പാകിസ്ഥാൻ അന്ന് പറഞ്ഞത് ഇന്ത്യ വന്ന് ഞങ്ങളുടെ കുറച്ച് പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ബോംബിട്ടത് എന്ന്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അത് കേട്ട് ഇവിടെയുള്ള ചിലർ ഇന്ത്യൻ സർക്കാരിനെയൊക്കെ പരിഹസിച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ UN പോയി കരഞ്ഞു മെഴുകി. തങ്ങളുടെ 250ഓളം ആളുകളെയാണ് ഇന്ത്യ ദാക്ഷിണ്യമില്ലാതെ തട്ടിക്കളഞ്ഞത് എന്ന് അവർ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറും. അതിലും ഒരു പടി കൂടി മുകളിലാണെന്ന് തന്നെ പറയാം. ഇന്ത്യ അടിച്ച അടിയിൽ പാകിസ്ഥാൻ്റെ അടിത്തറ ഇളകിപ്പോയി. പണ്ട് 2014 മുമ്പുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈനയോ പാകിസ്ഥാനോ എന്തെങ്കിലും നിർമ്മാണങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ ഒരു വെടി പൊട്ടിച്ചാൽ അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി വരെ വിറച്ചിരുന്നു എന്നതാണ് സത്യം. 2 കൈയും കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാകൂ. അതുകൊണ്ട് ചൈന അതിർത്തിയിൽ എന്ത് ചെയ്താലും നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുത്. മിണ്ടാൻ പാടില്ല. നമ്മളതിന് അർഹരല്ല. ഇതായിരുന്നു അന്നത്തെ നയം. ഒരു കൈയും ഒരു കവിളും കൂട്ടിമുട്ടിയാലും വലിയ ശബ്ദത്തിൽ അടിവീഴുമെന്ന് അന്നത്തെ ഭരണാധികാരികൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ത്യയുടെ നയം മാറി. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടെ ഭീകരവാദികൾക്ക് ഒരു കാര്യം മനസ്സിലായി: ഇന്ത്യക്ക് തങ്ങളുടെ എല്ലാ താവളങ്ങളെക്കുറിച്ചും കൃത്യതയോടെയുള്ള വിവരങ്ങൾ നല്ലപോലെ അറിയാമെന്ന്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? പാക് അധീന കാശ്മീരിലെയും ഇന്ത്യൻ അതിർത്തികളിലെയും താവളങ്ങളൊക്കെ പറിച്ചെടുത്തുകൊണ്ട് നേരെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുള്ള ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ ചെന്ന് സമാധാനമായി ജീവിക്കാമെന്ന് കരുതിയപ്പോഴാണ് അടുത്ത പണി കിട്ടിയത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോരാളികൾ ഇപ്പോൾ അവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് താലിബാൻ അടിക്കുന്നു, ഇവിടുന്ന് ഇന്ത്യ അടിക്കുന്നു. ശരി, എന്നാൽ ഇതൊക്കെ എടുത്ത് ബലൂചിസ്ഥാനിലേക്ക് പോയാൽ അങ്ങോട്ടേക്ക് മാറാമെന്ന് കരുതിയാലോ? അവിടെ അതിലും വലിയ ദുരന്തമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ പാക് സൈന്യത്തെയും ഭീകരരെയും നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഈ ഭീകര സംഘടനകൾ ഇപ്പോൾ തങ്ങളുടെ താവളങ്ങൾ മുഴുവൻ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 24 മണിക്കൂറും ബങ്കറുകൾക്കുള്ളിൽ തന്നെ കഴിയുക. പൊന്തി വന്ന അപ്പടി ഉറപ്പ്. ബങ്കർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെയാണ്. നാട്ടുകാർ അവനെ വിളിക്കുന്നത് തന്നെ ബങ്കർ മുനീർ എന്നാണ്. ഒരു കരിയില അനങ്ങിയാൽ പോലും ഓടി ബങ്കറിൽ ഒളിക്കുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റേത്.
പുറത്ത് വന്ന് ഈ വലിയ വീരവാദം മുഴക്കും. ഇന്ത്യ ഒരു ബെൻസ് കാറാണെങ്കിൽ പാകിസ്ഥാൻ ഒരു ചരക്ക് ലോറിയാണ്, ചരക്ക് ലോറി വന്ന് ഇടിച്ച ബെൻസ് തകരുമെന്നൊക്കെയാണ് അവൻ്റെ ഡയലോഗ്. എന്നാൽ അപ്പുറത്ത് ഏതെങ്കിലും ഒരു കുട്ടി ഒരു ബലൂൺ പൊട്ടിച്ചാൽ പോലും അതിൻ്റെ ഒച്ച കേട്ട് പേടിച്ച് ബങ്കറിലേക്ക് ഓടുന്ന ആളാണ് ഈ പാക് ജനറൽ. ഇങ്ങനെയുള്ള സൈന്യമാണ് ഇന്ത്യയെ നേരിടാൻ വരുന്നത്. ഇന്ത്യ വെറുതെ ആയുധം കൊണ്ട് മാത്രമല്ല യുദ്ധം ചെയ്യുന്ന, മറിച്ച് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യ കൊണ്ടാണ് നമ്മുടെ യുദ്ധം. ഈ അടുത്ത് ലോകം കണ്ട ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ വെറും $2-3 മാത്രം വിലയുള്ള ചെറിയ ഡ്രോണുകൾ അയക്കുമ്പോൾ അതിനെ തകർക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള പാട്രിയറ്റ് താഡ് മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. അവസാനം ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ ചെന്ന് അവൻ പറഞ്ഞു, ഞങ്ങളുടെ പോക്കറ്റ് കയറി തുച്ഛമായ ഡ്രോണുകളെ തകർക്കാൻ ഞങ്ങളുടെ വലിയ മിസൈലുകൾ തീർന്നു പോകുന്നു എന്ന്. എന്നാൽ ഈ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തൊരു മാതൃകയുണ്ട്. അതാണ് ഇലക്ട്രോണിക് വാർഫെയർ. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ഒരു ഡ്രോൺ അയക്കുമ്പോൾ ഇന്ത്യ അതിനെ തകർക്കാൻ വേണ്ടി കോടികൾ വിലയുള്ള മിസൈലുകൾ ഉപയോഗിക്കാറില്ല. പകരം അവരുടെ ആ നിലവാരത്തിനനുസരിച്ച് തന്നെയാണ്, അതായത് ആ ഡ്രോണും അത് നിയന്ത്രിക്കുന്ന ആളുടെ റിമോട്ടും തമ്മിലുള്ള സിഗ്നലിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കട്ട് ചെയ്ത് കളയും. സിഗ്നൽ നഷ്ടപ്പെടുന്ന ഡ്രോൺ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒന്നുകിൽ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിർവീര്യമാകും, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ തന്നെ ചെന്ന് അവിടെ പതിക്കും. ഒരൊറ്റ രൂപ പോലും ചെലവില്ലാതെ ശത്രുവിൻ്റെ ആയുധം അവന് നേരെ തന്നെ തിരിച്ചടിക്കുന്ന തന്ത്രം. ഇനി വരാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആണ്. അതിനായി ഇന്ത്യ വിക്ഷേപിക്കുന്നത് അത്യാധുനിക ചാര ഉപഗ്രഹങ്ങളാണ്, സ്പൈസ് സാറ്റലൈറ്റ്സ്. പണ്ട് നമ്മുടെ നാട്ടിലെ ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ആകാശത്തേക്ക് ഇങ്ങനെ ഓരോന്ന് കയറ്റി അയച്ചാൽ നാട്ടിലെ പട്ടിണി മാറുമോ എന്ന്. ഇപ്പോഴും അവർ ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ആ ഉപഗ്രഹങ്ങളാണ് ഇന്ത്യയുടെ യഥാർത്ഥ രക്ഷാകവചം. ജപ്പാനിലെ പ്രമുഖ തിങ്ക് ടാങ്കുകൾ പാകിസ്ഥാൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ യുദ്ധം ഉണ്ടായ ആദ്യം ചെയ്യുക പാകിസ്ഥാൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളും ഉപഗ്രഹങ്ങളും തകർത്ത് അവരെ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആക്കുക എന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ബ്രഹ്മോസ് മിസൈലുകളുടെ വർഷം. ഇന്ത്യയുടെ ബ്രഹ്മോസ് 2, ബ്രഹ്മോസ് NSG മിസൈലുകളുടെ പ്രിസിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രുവിൻ്റെ മൂട്ടിൽ വന്ന് വീഴാൻ പറഞ്ഞാൽ അത് കൃത്യമായി അവിടെ തന്നെ വന്ന് വീണിരിക്കും. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ 1ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ രാജ്യം. UPA സർക്കാരിൻ്റെ കാലത്ത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഭരിച്ചിരുന്നപ്പോൾ നമ്മുടെ നികുതിപ്പണം വിദേശ രാജ്യങ്ങൾക്ക് കൊടുത്ത് അവർ കാലഹരണപ്പെട്ട ആയുധങ്ങളൊക്കെയാണ് ഇന്ത്യക്ക് തന്നിട്ടുള്ളത്. അതിൽ വലിയ അഴിമതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നരേന്ദ്രമോദി എന്ന ടഫായിട്ടുള്ള ആ പ്രധാനമന്ത്രി, ആ ഭരണാധികാരി വന്നതോടെ കഥ മാറി. ഇന്ന് DRDOയ്ക്കും ഇന്ത്യൻ കമ്പനികൾക്കും തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ കോടികളാണ് ബജറ്റ് അനുവദിക്കുന്നത്. ഫലം എന്താണെന്നറിയോ? ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖല ഇന്ന് 1.5 ലക്ഷം കോടി രൂപ കടന്നിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് 2026 ജൂലൈ മാസത്തെ കണക്കുകൾ മാത്രം പ്രകാരം 40,000 കോടി രൂപ ടച്ച് ചെയ്തിരിക്കുകയാണ്. 2027ഓടെ ഇത് 50,000 കോടി മുതൽ 60,000 കോടി വരെയായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും തേജസ് യുദ്ധവിമാനങ്ങളും വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ്. UAEയും സൗദി അറേബ്യയും ഒക്കെ ഇന്ത്യയുമായി കോടികളുടെ പ്രതിരോധ കരാറുകളിലാണ് ഏർപ്പെടുന്നത്. പാകിസ്ഥാനെ പോലെയുള്ള ഒരു പാപ്പര രാജ്യമായി ഇനി ഇന്ത്യയെ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കില്ല. നമുക്കിപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ശരിയാണ് വരാറുള്ളത്, നമുക്ക് നല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. എന്തായാലും ഇന്ത്യയുടെ മത്സരം ഇനി അമേരിക്കയോടും ചൈനയോടും മാത്രമാണ്. അവർ മാത്രമാണ് ഇനി ഇന്ത്യക്കെതിരായി നിൽക്കുന്നത്. പാകിസ്ഥാൻ എവിടെ ആർക്കറിയാം, അല്ലേ? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ അഭിമാന നേട്ടത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതോടൊപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.